ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 44 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ജോസഫ് തൻ്റെ സഹോദരന്മാരെ വീണ്ടും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അവരുടെ ധാന്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തുവിട്ടു. ബെന്യാമീനെ കണ്ടു. അദ്ദേഹത്തിന് ഏറെ സന്തോഷമുണ്ടായി. അദ്ദേഹം തൻ്റെ കാര്യവിചാരകനോട് പറഞ്ഞു, അവർ കൊണ്ടുവന്ന പണവും ഒക്കെ അവർക്ക് തിരിച്ചു കൊടുത്ത് ധാന്യവും കൊടുക്കുക. അതിൽ ബെന്യാമീൻ്റെ ചാക്കിനുള്ളിൽ അവരറിയാതെ തൻ്റെ പാനപാത്രം വയ്ക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പിറ്റേ ദിവസം അവരെ യാത്രയാക്കി. അവർ വളരെ സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. കാരണം തൊട്ട് തലേ ദിവസമാണല്ലോ ജോസഫ് അവരെ വിളിച്ച് വിരുന്ന് നൽകുകയും അവരെ ഏറെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ വലിയ സന്തോഷത്തോടുകൂടി അവർ മടങ്ങിപ്പോകുമ്പോൾ തൻ്റെ പാനപാത്രം കൂടി അവരുടെ ചാക്കിൽ വെച്ച് ജോസഫ് വിട്ടു. അവർ പട്ടണം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ കാര്യവിചാരകനെ അയച്ച് അത് പരിശോധിച്ചു. അവർ പറയുന്നു, അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കണം. അങ്ങനെ ഓരോരുത്തരുടെയും ചാക്ക് പരിശോധിച്ച് അവസാനം ബെഞ്ചമിൻ്റെ ചാക്കിൽ നിന്ന് ജോസഫ് ഉപയോഗിക്കുന്ന പാനപാത്രം അവർക്ക് ലഭിച്ചു. പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് രാജാവ് കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനക്കാരനാണല്ലോ അദ്ദേഹം. അവിടെ പറയുന്നുണ്ട്, അവൻ അതുകൊണ്ടല്ലോ പ്രവചനം നടത്തിയിരുന്നതെന്ന്, ലക്ഷണം പറഞ്ഞിരുന്നത്. ജോസഫിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം കൊടുക്കുന്ന സ്വപ്നത്തെ പോലും വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ആളാണ് ജോസഫ് എന്ന് നമുക്കറിയാം. പിന്നെ ജോസഫ് ഒരു പക്ഷേ മിസ്രൈമ്യരുടെ ഇടയിൽ ഉപയോഗിച്ച ഒരു തന്ത്രമായിരിക്കാം ഈ പാനപാത്രം വെച്ച് താൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അവിടെ മിസ്രൈമിയുടെ ഒരു രീതി ആയിരുന്നിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് ജോസഫ് അതൊരു തന്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ മിസ്രൈമ്യരുടെ ഇടയിൽ. അതുകൊണ്ടായിരിക്കാം ആ കാര്യസ്ഥൻ പറഞ്ഞു, പിന്നെ ഇതുകൊണ്ടാണല്ലോ ലക്ഷണങ്ങളൊക്കെ പറയുന്നത്, നിങ്ങളത് മോഷ്ടിക്കാമോ എന്ന് ചോദിച്ച് അവരെയും കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അവർക്ക് ഏറെ ദുഃഖമുണ്ട്. അപ്പോൾ അവർ ജോസഫിനോട് പറയുന്നു. അപ്പോൾ ജോസഫ് അവരോട് പറയുന്നൊരു കാര്യം ചെയ്യും, ഈ പാനപാത്രം കണ്ടെത്തിയവനെ എൻ്റെ അടുക്കൽ നിർത്തിയിട്ട് നിങ്ങൾ പോവുക. അവർക്ക് ബെഞ്ചമിനോട് എത്രമാത്രം സ്നേഹമുണ്ട്. പണ്ട് തന്നെ ദ്വേഷിച്ച പോലെ അവരുടെ ഉള്ളിൽ, കാരണം അമ്മ 2ആണല്ലോ, റാഹേലിൻ്റെ മകനായതുകൊണ്ട് അവനോട് ഇനിയും വല്ല വിരോധമുണ്ടോ എന്ന് അവരെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോസഫ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് ഇവർക്ക് വേണ്ടി, ബെഞ്ചമിന് വേണ്ടി ഇവിടെ ശക്തമായി വാദിക്കുന്നത് യൂദയാണ്. അദ്ദേഹമാണല്ലോ അപ്പനോട് പറഞ്ഞ് ഈ ബെഞ്ചമിനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ അപ്പൻ വാർദ്ധക്യത്തിലായിരിക്കുന്നു, ഒരു മകൻ അപ്പന് നഷ്ടപ്പെട്ടു, ഇളയ മകനാണ് ബെഞ്ചമിൻ, അവനെ കൂടെ കാണാതെ വന്നാൽ എൻ്റെ അപ്പനെ ദുഃഖത്തോടെ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിടേണ്ട സാഹചര്യമുണ്ടാകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കാര്യം ചെയ്യും, അവനാണ് തെറ്റ് ചെയ്തതെങ്കിലും ബെഞ്ചമിനെ ഒഴിവാക്കി ഞാൻ അങ്ങേ കടുമയായിരുന്നു കൊള്ളാമെന്ന് യൂദ ഇവിടെ ജോസഫിനോട് പറയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ബെന്യാമീൻ്റെ സകല ഉത്തരവാദിത്വവും, അവൻ ചെയ്ത സകല തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം യഹൂദ ഇവിടെ തയ്യാറാവുകയാണ്. ഇതിൽ നമുക്കറിയാം, പിന്നീട് ഈ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവ് വന്ന് സകല ലോകത്തിൻ്റെയും കുറ്റം പാപം ഏറ്റെടുത്ത് ഒരടിമയെപ്പോലെ അവൻ വധശിക്ഷയ്ക്ക് വിധേയമായത് പിന്നീടുള്ള ചരിത്രമാണല്ലോ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ മനുഷ്യാവതാരത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ക്രൂശീകരണത്തിൻ്റെയും ഒക്കെ
ഒരു മുൻകുറി പോലെ ഈ സംഭവത്തെ നമുക്ക് കാണാവുന്നതാണ്. യഹൂദ ഇപ്പോൾ ശക്തമായി വാദിക്കുകയും അവനു വേണ്ടി ബെഞ്ചമിനു വേണ്ടി ഇവിടെ അടിമയാകുവാനും ഒരുപക്ഷെ രാജാവ് കൊടുക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങുവാനും അദ്ദേഹം ഇവിടെ തയ്യാറാവുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പാപങ്ങൾ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ ആ കർത്താവിൻ്റെ സ്നേഹം ഓരോ ദിവസവും ധ്യാനിക്കുവാനും ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും നമുക്കിടയായിട്ട് തീരണം. അങ്ങനെ ജോസഫ് അതിനുശേഷം 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒരു വേദഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചു വരുന്നത്. ജോസഫിൻ്റെ ആ ഒരു ജീവിതം മുഴുവൻ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും പാപം ചെയ്യാതെ ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഏത് രാജ്യത്ത് താൻ ആയിരിക്കുന്നുവോ ആ രാജാവിനെ കൂടുതൽ വിശ്വസ്തയോടുകൂടി ശുശ്രൂഷിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അഹങ്കാരമോ മറ്റേ യാതൊന്നും ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ, വിധേയത്വത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ വലിയ അനുഭവത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ജീവിതമാണല്ലോ. ക്രൈസ്തവ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവിനെ പോലെ ജീവിത വിശുദ്ധിയോടെ, ഈ ജോസഫിനെ പോലെ ജീവിത വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരണം. തൻ്റെ അധികാരമോ തൻ്റെ സ്ഥാനമാനങ്ങളോ ഒരിക്കലും ജോസഫ് ഇവിടെ ദുർവ്യയം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നല്ല കാഴ്ചപ്പാടോടുകൂടി ആ മിസ്രയീം ദേശത്തെ മുഴുവൻ രക്ഷിക്കുവാൻ തക്കവണ്ണം അതിനുള്ള ഉപദേശം കൊടുത്ത് ആ രാജാവിനോടൊപ്പമായിരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇന്നും സഭ രാഷ്ട്രീയ നേതൃത്വത്തോട് ചേർന്ന് പലകം ആളുകൾ ഉപദേശം കൊടുക്കുന്നവരായിട്ടുണ്ട്. അവരൊക്കെ പലപ്പോഴും ദുരുപദേശമാണ് നേതൃത്വത്തിലുള്ളവർക്ക് കൊടുത്ത് അവർ മുഖാന്തരം ചെയ്യാൻ പാടില്ലാത്തത് ആയ തെറ്റുകളൊക്കെ അവർ ചെയ്യേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് നമ്മളിന്ന് സമൂഹത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പൈശാചികമായ വലിയ ഒരു ഇടപെടലായി ഇതിനെ കാണാൻ സാധിക്കണം. എന്നാൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്കും അപ്രകാരം തങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങൾ ചേർന്ന് നിൽക്കുന്ന ആ നേതൃത്വത്തെ വഴിതെറ്റിക്കുവാൻ സാധിക്കുകയില്ല. അപ്രകാരമുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവമേ ആ വിശുദ്ധിയുടെ പാപം ചെയ്യാൻ അവസരമുണ്ടായാലും ചെയ്യാതെ ദൈവസ്ഥനിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു അനുഭവത്തോടെ ജീവിപ്പാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.